കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ UAE-യിൽ ജാഗ്രതാ നിർദ്ദേശം ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ശ്രമം തുടരുന്നു. ചിലയിടങ്ങളിൽ ഇന്നും യെല്ലോ അലേർട്ടുണ്ട്. അരുൺ പാറാട്ട് UAE-യിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ മഴ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നിപ്പം എന്താണ് കാലാവസ്ഥ? ഗുഡ് മോർണിംഗ്. തിമിർത്ത് പെയ്ത മഴയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിൽ തന്നെയായിരുന്നു ഇന്നലെ UAE. വെള്ളിയാഴ്ച രാത്രിയാണ് മഴ തുടങ്ങിയത്. ഇന്നലെ അത് അതിശക്തമാവുകയായിരുന്നു. UAE-യിലെ എല്ലാ എമിറേറ്റുകളിലും ഒരുപോലെ തന്നെ അതിശക്തമായ മഴയാണ് ഇന്നലെ പെയ്തത്. ഷാർജ, ദുബായ് എന്നിവിടങ്ങളിലൊക്കെ ഇന്നലെ മഴയിൽ പലയിടത്തും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഷാർജയിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പലയിടത്തും മലയാളികളുടെ അടക്കമുള്ളവരുടെ വാഹനങ്ങൾ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നഷ്ടമാണ് ഇതുമൂലം ഇവർക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവുക. ഷാർജയിൽ പാർക്കിങ്ങിലടക്കം നിർത്തിയിട്ട വാഹനങ്ങളിലേക്കാണ് വെള്ളം കയറിയത്. ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ഈ കാറ്റിൽ ഷാർജ റോളയിൽ മരം കടപുഴകി വീണതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ അടക്കം ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റാസൽ ഖൈമയിൽ മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന് ഇവിടെ ഒരു റോഡ് തകർന്നിട്ടുണ്ട്. അതോടൊപ്പം ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനത്തെ ഇന്നലെ മഴ കാര്യമായി തന്നെ ബാധിച്ചു. നിരവധി വിമാനങ്ങളാണ് ഇന്നലെ സംയുക്ത വിമാനത്താവളങ്ങളിലേക്കെല്ലാം വഴി തിരിച്ചുവിട്ടത്. മലയോര മേഖലയിൽ വാദികൾ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് ശക്തമായ മഴയെ നേരിടാനായി വൻ മുന്നൊരുക്കങ്ങൾ തന്നെയായിരുന്നു ഈ രാജ്യം സ്വീകരിച്ചത് എന്നുള്ളതാണ്. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഒരുക്കണമെന്നും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത് എന്നും പൊതുജനങ്ങളോട് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. അതിനാൽ റോഡുകളിലൊക്കെ ആളുകളെല്ലാം കുറവായിരുന്നു. ഇന്നലെ രാവിലെ 6 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ 10,000-ത്തിലധികം എമർജൻസി കോളുകൾ തങ്ങൾക്ക് ലഭിച്ചുവെന്ന് ദുബായ് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ RTA, ദുബായ് പോലീസ്, സിവിൽ ഡിഫൻസ് എന്നിവിടങ്ങൾ ഉൾപ്പെടെ 2,200-ലധികം ഉദ്യോഗസ്ഥർ ഇന്നലെ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒക്കെ സജീവമായിരുന്നു. 250ഓളം വലിയ ടാങ്കുകളും 300 മഴവെള്ള പമ്പുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഇവർ വെള്ളക്കെട്ട് നീക്കാനും ഈ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ഇന്നലെ പ്രവർത്തിച്ചെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇന്നും വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള നടപടികൾ ഇവിടെ തുടരുക തന്നെയാണ്. ഇത്തരത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതിനാൽ അടിയന്തര സാഹചര്യത്തെ പെട്ടെന്ന് തന്നെ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇന്നും മഴ തുടരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. രാജ്യത്ത് യെല്ലോ അലേർട്ട് ഉണ്ട്. ഇന്ന് വൈകുന്നേരം വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും അലൈൻ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. എന്നാൽ ദുബായിയുടെ നഗരപ്രദേശങ്ങളിലൊക്കെ തെളിഞ്ഞ കാലാവസ്ഥ ഇപ്പോൾ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി അന്തരീക്ഷം എല്ലായിടത്തും തെളിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, രാജ്യത്ത് ഇന്നു മുതൽ ചൂട് പതിയെ കൂടി വരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്.